ഹായ്, നമ്മളിപ്പോ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് MPH 001 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ യൂണിറ്റ് 1 ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിച്ചു. അപ്പൊ അതിനകത്ത് എന്തായിരുന്നു, എങ്ങനെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചത്. ദെൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഒരു കാര്യമാണ് സോൾവിംഗ് ലാപ്ലാസ് ഇക്വേഷൻ. അതിൽ സോൾവിംഗ് ലാപ്ലാസ് ഇക്വേഷനകത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ലാപ്ലാസ് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ലാപ്ലാസ് ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മൾ സെയിം ചെയ്ത മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു ഇക്വേഷനെ നമ്മൾ ഫസ്റ്റില് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ അതിനെ സോൾവ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ, യൂണിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് അതിന്റെ യൂണിക് സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആയപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് അറിയാമായിരുന്നു, എക്സും വൈയും ഇസഡും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആകുമ്പോൾ കോർഡിനേറ്റ്സ് ആണ് റോയും ഫൈയും ഇസഡും. അപ്പൊ ലാപ്ലാസ് ഇക്വേഷൻ എങ്ങനെയാണ്, ഡെൽ സ്ക്വയർ എഫ് റോ ഫൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എങ്ങനെ എഴുതും, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരുന്നപ്പോ എങ്ങനെ എഴുതി, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ കോർഡിനേറ്റ്സ് റോയും ഫൈയും ഇസഡും ആയതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ റോ പ്ലസ് 1 ബൈ റോ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇനി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മള് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ പറഞ്ഞു, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ റോ പ്ലസ് 1 ബൈ റോ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിനെയാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷനിൽ ചെയ്തതുപോലെ നമ്മുടെ ഫംഗ്ഷനെ എഫ് ഓഫ് റോ ഫൈ ഇസഡിനെ നമ്മൾ 3 ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതും. ആർ ഓഫ് റോ, ഫൈ ഓഫ് ഐ, ഇസഡ് ഓഫ് ഇസഡ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫൈ ഇസഡ് ഡി സ്ക്വയർ ആർ ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് ഫൈ ഇസഡ് 1 ബൈ റോ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ. ഇത് ഡെറിവേറ്റീവ് എടുത്തിരിക്കുവാണ്. അപ്പൊ ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് റോ ചെയ്യുമ്പോഴത്തേക്കും എന്തുവാ, ഫൈയും ഇസഡും കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ എഴുതും, ഡോ സ്ക്വയർ ആർ ബൈ ഡോ റോ സ്ക്വയർ. അതായത് ഈ ഇക്വേഷൻ തന്നെയാണ് എഴുതുന്നത്, ഫൈ ഇസഡ് ഇൻറ്റു 1 ബൈ റോ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ പ്ലസ് ആർ ഇസഡ് ഇൻറ്റു ഇൻ ടേംസ് ഓഫ് ഫൈ ചെയ്യുന്നതുകൊണ്ട് ആറും ഇസഡും കോൺസ്റ്റന്റ്, 1 ബൈ റോ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ പ്ലസ് ഫൈ ഇൻറ്റു ആർ ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ. ഇവിടെ വരുന്നത് ഈ ഫൈ ക്യാപിറ്റൽ ഫൈ ആണ്, ഇത് സ്മോൾ ലെറ്റർ ഫൈ ആണ്. ഇതേപോലെ ക്യാപിറ്റൽ ഇസഡ്, സ്മോൾ ലെറ്റർ ഇസഡ്. ഈ ഒരു ഇക്വേഷനെ ടോട്ടലി ആർ ഫൈ ഇസഡ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഡിവൈഡിങ് ബൈ ആർ ഫൈ ഇസഡ് വരുമ്പോൾ ഫസ്റ്റ് ടേമില് ആർ ഫൈ ഇസഡ് വരുമ്പോ എങ്ങനെ വരും, ഫൈയും ഇസഡും ക്യാൻസൽ ആയി പോകും, ക്യാപിറ്റൽ ആർ ഫൈ ഇസഡ് വെച്ചാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, ഫൈയും ഇസഡും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ 1 ബൈ ആർ പ്ലസ് ഇവിടെ വരുമ്പോഴോ ഡിവൈഡഡ് ബൈ ആർ ഫൈ ഇസഡ് ചെയ്യുമ്പോൾ ഈ ഫൈ ഇസഡും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 ബൈ റോ ഇൻറ്റു 1 ബൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ. ഇവിടെ വരുമ്പോ ബൈ ആർ ഫൈ ഇസഡ് ചെയ്യുമ്പോൾ ആർ ഇസഡ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 ബൈ ഫൈ ഇൻറ്റു 1 ബൈ റോ സ്ക്വയർ ഡി സ്ക്വയർ ഫൈ ബൈ ഡി ഫൈ സ്ക്വയർ പ്ലസ് ഇവിടെ ആർ ഫൈ ഇസഡ് ചെയ്യുമ്പോൾ ആറ് ഫൈയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 ബൈ ഇസഡ് ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും ഇക്വേഷൻ വരുന്നത് 1 ബൈ ആർ സ്ക്വയർ ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 1 ബൈ റോ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ പ്ലസ്
1 by rho square phi into d square phi by d phi square plus 1 by z into d square z by d z square is equal to 0. ഇനിയും ഈ ഒരു ടേമിന് അതായത് 1 by z into d square z by d z square is equal to alpha square എന്ന് കൊടുക്കുന്നു. അതേപോലെ 1 by phi into d square phi by d z square is equal to മൈനസ് ബീറ്റ സ്ക്വയർ എന്നും അതുപോലെ ഡി ഫൈ അങ്ങനെ എഴുതുമ്പോൾ അതായത് 1 by 5 into d square phi by d phi square is equal to മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഈ 1 by 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന d square phi by d phi square is equal to മൈനസ് ബീറ്റ സ്ക്വയർ by 5 സോറി പൈ മേളിപ്പോ മൈനസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു 5 എന്ന് വരും. ഇതിന് ഇപ്പുറത്തേക്ക് എഴുതിയാൽ d square phi by d phi square പ്ലസ് ബീറ്റ സ്ക്വയർ phi is equal to 0 എഴുതാലോ. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ മെയിൻ ഇക്വേഷൻ. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനകത്ത് ആദ്യം എഴുതിയ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? d സ്ക്വയർ റോ ബൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ പ്ലസ് റോ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ ആണ് പ്ലസ് റോ സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 1 by z ഇൻറ്റു z സ്ക്വയർ അതിന് പകരം ആൽഫ സ്ക്വയർ റോ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആൻഡ് ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 1 by z ഇൻറ്റു ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ആൽഫ സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നാകും. ആൻഡ് 1 by 5 ഇൻറ്റു ഡി സ്ക്വയർ ഫൈവ് ബൈ ഡി ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. ദെൻ ബൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ പ്ലസ് റോ സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ റോ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ ഇത് ശരിക്കും എന്താണ്? നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നതെന്ന് നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ നോട്ടിനകത്ത് SAQ3 ചെയ്താൽ മതി. SAQ3 ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇക്വേഷൻസ് ഡോ സ്ക്വയർ എഫ് ബൈ നമ്മൾ ശരിക്കും ഇതിനെ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് 1 by റോ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ റോ പ്ലസ് 1 by റോ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഫൈവ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. അതിനെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആർ ഓഫ് റോ ഫൈ ഓഫ് ഇസഡ് ഫൈ ഓഫ് ഐ ഇസഡ് ഓഫ് ഇസഡ് വെച്ച് ഇസഡ് ഓഫ് ഇസഡിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ദെൻ നമ്മൾ ഡിവൈഡിങ് ബൈ ആർ ഫൈ ഇസഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് 1 by r ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 1 by റോ ഇൻറ്റു ആർ ഡി ആർ ബൈ ഡി റോ പ്ലസ് 1 by ഫൈവ് സ്ക്വയർ റോ സ്ക്വയർ ഫൈ ഇൻറ്റു ഡി സ്ക്വയർ ഫൈവ് ബൈ ഡി ഫൈവ് സ്ക്വയർ പ്ലസ് 1 by ഡി ഇസഡ് സ്ക്വയർ ബൈ 1 by z ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ 1 by z ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി സെഡ് സ്ക്വയറിന് ആൽഫ സ്ക്വയർ എന്ന് കൊടുത്തു. ദെൻ 1 by 5 ഇൻറ്റു ഡി സെഡ് സ്ക്വയർ ഫൈവ് ബൈ ഡി സ്ക്വയർ ഫൈവ് ബൈ ഡി ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് എഴുതി. ആൻഡ് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ഫൈവ് ബൈ ഡി ഫൈവ് സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഫൈവ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് അപ്പൊ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ രണ്ടാമത്തത് ഇൻ ടേംസ് ഓഫ് ആൽഫയിലുള്ളത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബീറ്റയിലുള്ളത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ദെൻ നമ്മൾ മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് റോ ബൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി റോ പ്ലസ് റോ സ്ക്വയർ ബൈ ആർ ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ റോ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് 3 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടും. ഈ മൂന്നുമാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതിൽ ലാസ്റ്റ് തേർഡ് വൺ ആണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഇസഡ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു ഇ റേസ് ടു ആൽഫ ഇസഡ് പ്ലസ് C2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ആൻഡ് ഫൈ ഓഫ് ഐ ഇസ് ഈക്വൽ ടു C3 ഇൻറ്റു ഇ റേസ് ടു ഐ ബീറ്റ ഫൈ പ്ലസ്
C4 into e raised to minus I beta phi. ഓക്കെ, അപ്പൊ ഈ ഇസഡ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഏതിന്റെ ഇക്വേഷൻ ആണ്? ഈ ഫസ്റ്റ് എഴുതിയ ഇക്വേഷന്റെ 1/z ആൽഫയുടെ ടേംസിലുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇസഡ് ഓഫ് ഇസഡ്. രണ്ടാമത് ബീറ്റയുടെ ടേംസിലുള്ളതിന്റെയാണ് ഫൈ ഓഫ് ഫൈ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു പി ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് നമുക്ക് എഴുതാം ഡി ആർ ബൈ ഡി റോ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി റോനെ ഡി ആർ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി റോ. ഇത് തന്നെയാണല്ലോ ഡി ആർ ബൈ ഡി റോ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡി ആർ ബൈ ആൻഡ് ഡി സ്ക്വയർ ആർ ബൈ റോ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി റോ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് ഈക്വൽ ടു ആൽഫ. ഇതിനകത്തുനിന്ന് ഡി ആർ ബൈ ഡി റോയ്ക്ക് ആൽഫ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എങ്ങനെ എഴുതാം? ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ആർ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ വരും? ഡി ആർ ബൈ ഡി റോ ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ആൽഫ ഡി ആർ ബൈ ഡി എക്സ്. Then d square r by d rho square is equal to dr by d rho into alpha dr by dx is equal to alpha square into d square r by dx square. അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ആർ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ആർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു 0. അതായത് റോ ബൈ ആർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ നമ്മൾ പറയുന്നത് ബെസൽ ഇക്വേഷൻ എന്നാണ്, അല്ലെങ്കിൽ ബെസൽ ഫംഗ്ഷൻ ആണിത്. ഓക്കെ, ബെസൽ ഇക്വേഷൻ. ആൻഡ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബെസൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ജെ ബീറ്റ എക്സ് ആൻഡ് ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. നമ്മൾ അടുത്ത യൂണിറ്റിൽ, അതായത് യൂണിറ്റ് 3 ബെസൽ ഫംഗ്ഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു ബെസൽ ഇക്വേഷൻ ആണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ബെസൽ ഇക്വേഷനകത്ത് ഫസ്റ്റ് കൈൻഡും ഉണ്ട് സെക്കൻഡ് കൈൻഡും ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. അപ്പോൾ ആ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ലാപ്ലാസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷനെ നമുക്ക് ബെസൽ ഫംഗ്ഷൻ വെച്ച് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് റോ ഫൈ ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ആൽഫ സിഗ്മ ബീറ്റ ഇൻറ്റു എ ആൽഫ ബീറ്റ ഇ റേസ് ടു ആൽഫ ഇസഡ് ഇ റേസ് ടു ഐ ബീറ്റ ഫൈ ജെ ബീറ്റ ആൽഫ പി. ഈ ജെ ബീറ്റ ഒക്കെ വന്നത് ബെസൽ ഫംഗ്ഷന്റെ ടേംസ് ആണ്. പ്ലസ് ബി ആൽഫ ബീറ്റ ഇൻറ്റു ഇ റേസ് ടു ആൽഫ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു ജെ ബീറ്റ ഫൈ വൈ ബീറ്റ ഓഫ് ആൽഫ റോ പ്ലസ് സി ഇൻറ്റു ആൽഫ ബീറ്റ ഇ റേസ് ടു ആൽഫ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ബീറ്റ ഫൈ ജെ ബീറ്റ ഓഫ് ആൽഫ റോ പ്ലസ് ഡി ആൽഫ ബീറ്റ ഇ റേസ് ടു ആൽഫ ഇസഡ് ഇ റേസ് ടു മൈനസ് ജെ മൈനസ് ഐ ബീറ്റ ഫൈ വൈ ബീറ്റ ഓഫ് ആൽഫ റോ പ്ലസ് ഇ ആൽഫ ബീറ്റ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ഇ റേസ് ടു ഐ ബീറ്റ ഫൈ ജെ ബീറ്റ ഓഫ് ആൽഫ റോ പ്ലസ് എഫ് ആൽഫ ബീറ്റ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസഡ് ഇ റേസ് ടു ഐ ബീറ്റ ഫൈ വൈ ബീറ്റ ഓഫ് ആൽഫ റോ പ്ലസ് ഇ ആൽഫ ബീറ്റ ഇ റേസ് ടു മൈനസ് ഇസഡ് e raised to minus I beta phi j beta of alpha rho plus h alpha beta e raised to minus alpha z e raised to minus I beta phi y beta of alpha rho. അതായത് a തൊട്ട് h വരെയുള്ള കോൺസ്റ്റൻസ് വെച്ചാണ് 8 കോൺസ്റ്റൻസ് വെച്ചാണ് ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്. അത് ബെസൽ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് ഇതിന്റെ യൂണിക് സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സോളിഡ് സിലിണ്ടറിക്കൽ കൂളിംഗ് ടവർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ റേഡിയസ് 2 യൂണിറ്റ്, അതായത് റോ ആണ് 2 യൂണിറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫിഗർ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഹൈറ്റ് 4 യൂണിറ്റ്. ഹൈറ്റ് 4 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇസഡിൽ, ഇൻ ടേംസ് ഓഫ് ഇസഡിലാണ് വരുന്നത്. അപ്പൊ ഇസഡ് ആണ്. അപ്പൊ ഇവിടെ റോ ഇസ് ഈക്വൽ ടു 2, ഇസഡ് ഇസ് ഈക്വൽ ടു 4 യൂണിറ്റ്. ബേസ് കർവ്ഡ് ബേസ് ആൻഡ് കർവ് സൈഡ് ആർ ഹെൽഡ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇത് രണ്ടും. ആൻഡ് ടോപ്പ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T0. ബേസും
ബേസും കർവ്ഡ് സർഫസ് ഏരിയയും 0°C ടോപ്പ് മാത്രമാണ് T0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. Then the steady state temperature distribution is described by the Laplace equation del square T is equal to 0. ഫസ്റ്റ് അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. സ്പെസിഫൈ ദ ബൗണ്ടറി കണ്ടീഷൻ. സെക്കൻഡ്, ഡിറ്റർമൈൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കൂളിംഗ് ടവർ. ഫസ്റ്റ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കുമ്പോൾ റോയുടെ ബൗണ്ടറി കണ്ടീഷൻസ് എങ്ങനെ വരും? റോ ഇസഡ് എന്ന് പറയുന്നത് 0 തൊട്ട് 4 വരെ അല്ലെ, 0 യൂണിറ്റ്സ് ആണ്, അല്ല 2 ആണ് റോയുടെ വാല്യൂ വരുന്നത്, 0 to 2 വരെ. ആൻഡ് ഇസഡിൻ്റെതോ 0 to 4 വരെ. അതാണ് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ടി ഓഫ് 2, ഇസഡ്, അതായത് 2-ല് ഉള്ള ഇസഡിന്റെ വേരിയേഷൻ വരുന്നത് 0 to 4. ആൻഡ് റോ 0, അതായത് റോയുടേത് വരുമ്പോ ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ എങ്ങനെ വരും? ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ടെമ്പറേച്ചർ അറ്റ് ടി ഓഫ് 2, ഇസഡ്. 2, ഇസഡ് എന്ന് പറയുന്ന പോയിന്റില് ടെമ്പറേച്ചർ വരുന്നത് 0 ആണ്. കാരണം കർവ്ഡ് സർഫസ് ഏരിയയിൽ 0 ആണ് വരുന്നത്. അപ്പൊ ഇസഡിന്റെ വാല്യൂ 0 തൊട്ട് 4 വരെ വരാവുള്ളൂ. 4-ൽ എന്താണ് ടെമ്പറേച്ചർ വ്യത്യാസമാണ്. അത് താഴെ കൊടുത്തിരിക്കുന്ന ടി ഓഫ് റോ 4 ഇസ് ഈക്വൽ ടു T0 ആണ്. റോയുടെ വാല്യൂ 0 തൊട്ട് 2 വരെ ആകാം. റോ 0 എന്ന് പറയുന്ന പോയിന്റിൽ അതേതാ ഈ ഒരു ഒറിജിൻ വരുന്ന ഈ ഒരു പോയിന്റിൽ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 0. അതാണ് ബൗണ്ടറി കണ്ടീഷൻസ് പറയുന്നത്. ടവറിന് സിലിണ്ടറിക്കൽ സിമിട്രി ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഫൈ ആയിരിക്കും. ഫൈനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ദെൻ ലാപ്ലാസ് ഇക്വേഷൻ എങ്ങനെ മാറും? ഫൈ ഇല്ലാത്ത ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ വരും? ഡെൽ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു നമ്മുടെ ഓർഡിനറി സാധാരണയായിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ലാപ്ലാസ് ഇക്വേഷൻ എങ്ങനെയാ? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ റോ പ്ലസ് 1 ബൈ റോ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് ഇത് സിലിണ്ടർ കൂളിംഗ് ടവർ ആണ്. അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഫൈ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടേമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ഡോ സ്ക്വയർ ടി ബൈ ഡോ റോ സ്ക്വയർ പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡോ ടി ബൈ ഡോ റോ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെയാക്കി മാറ്റണം? രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് മാറ്റണം. കാരണം എന്താ? രണ്ടെണ്ണം ആയത്, രണ്ട് ടേം മാത്രമേ ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉള്ളൂ, റോയും ഇസഡും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഇസ് ഈക്വൽ ടു ആർ ഓഫ് റോ എന്നും ഇസഡ് ഓഫ് ഇസഡ് എന്നും എഴുതാം. അങ്ങനെ എഴുതിയിട്ട് അതിന്റെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് വേരിയബിൾ സെപ്പറേഷൻ വെച്ച് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കിട്ടും. അതാണ് റോ സ്ക്വയർ ആർ ഡബിൾ ഡാഷ് പ്ലസ് റോ ആർ ഡാഷ് പ്ലസ് ലാംഡ സ്ക്വയർ റോ സ്ക്വയർ ആർ. എന്തോ ജസ്റ്റ് ഇതിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നതാ. അപ്പൊ ഫസ്റ്റ് വരുന്നത് എങ്ങനെ വരും? റോ സ്ക്വയർ ഇൻറ്റു ആർ ഡബിൾ ഡാഷ് പ്ലസ് റോ ഇൻറ്റു ആർ ഡാഷ് പ്ലസ് ലാംഡ സ്ക്വയർ റോ സ്ക്വയർ ആർ ഈക്വൽ ടു 0. രണ്ടാമത്തത് വരുമ്പോൾ ഇസഡ് ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നെഗറ്റീവ് സെപ്പറേഷൻ കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസഡില് പീരിയോഡിക് ആണ്. അതായത് ആഫ്റ്റർ ഇസഡ് ഇത് റിപ്പീറ്റ് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എവിടെയാ നെഗറ്റീവ്? മൈനസ് ലാംഡ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈ ഒരു നെഗറ്റീവ് സെപ്പറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 0th ഓർഡർ ബെസൽ ഫംഗ്ഷൻ ആണ്, 0th ഓർഡർ ബെസൽ ഇക്വേഷൻ. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ വരുന്നത് C1 J0 ഓഫ് ലാംഡ റോ പ്ലസ് C2 Y0 ഓഫ് ലാംഡ റോ. C1 J0 ഓഫ് ലാംഡ റോ പ്ലസ് C2 Y0 ഓഫ് ലാംഡ റോ. ഇതിനകത്ത് വരുന്ന J0യും Y0 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെസൽ ഫംഗ്ഷൻസ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡിന്റെ 0 ഓർഡർ ആയിട്ടുള്ള ഫസ്റ്റ് കൈൻഡ് സെക്കൻഡ് കൈൻഡ് ബെസൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റോ സ്ക്വയർ ആർ ഡബിൾ ഡാഷ് പ്ലസ് റോ ആർ ഡാഷ് പ്ലസ് ലാംഡ സ്ക്വയർ റോ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു 0th ഓർഡർ ബെസൽ ഇക്വേഷൻ ആണ്. അതിന്റെ സൊല്യൂഷൻ ആർ ഇസ് ഈക്വൽ ടു C1 J0 ലാംഡ റോ പ്ലസ് C2 Y0 ലാംഡ റോ
ആൻഡ് ഇതിനകത്ത് J0യും Y0യും ബെസൽ ഫംഗ്ഷൻസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈൻഡ് ഓഫ് സീറോസ് ഓർഡർ. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 0 to 4 എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ? ഈ ഒരു Z ഡബിൾ ഡാഷ് മൈനസ് ലാംഡ സ്ക്വയർ Z. അതിനകത്ത് ഇസഡിൻ്റെത് 0 to 4 അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ സൊല്യൂഷൻ എന്താവും? Z ഈസ് ഈക്വൽ ടു C3 കോസെറ്റ് ലാംഡ Z പ്ലസ് C4 സൈൻ ലാംഡ Z. അപ്പൊ ഇതിന്റെ ഒരു ബൗണ്ടഡ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി T ഓഫ് റോ Z എന്ന് പറയുന്ന വാല്യൂവിൽ ഒരു ബൗണ്ടഡ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ C2നെ 0 ആയിട്ട് എടുക്കും. C2 എന്ന് പറയുന്ന കോഎഫിഷ്യന്റിനെ 0 ആയിട്ട് എടുക്കും. ദെൻ Y0 ഓഫ് X എന്ന് പറയുന്ന വാല്യൂ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആസ് X ടെൻസ് ടു 0. X 0യിലേക്ക് പോകുമ്പോൾ Y0 ഓഫ് X മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ T ഓഫ് 2, Z ഈസ് ഈക്വൽ ടു 0 ആണ്. അതിനർത്ഥം എന്താ? R ഓഫ് Z ഈസ് ഈക്വൽ ടു R ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ J0 ഓഫ് 2 ലാംഡ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? T ഓഫ് റോ Z എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ നമുക്ക് വേണം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ അത് നമ്മൾ റോ ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുമ്പോൾ റോ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ഈ C2 ഈസ് ഈക്വൽ ടു 0. C2 0 ആയിട്ട് എടുത്താലാണ് റോ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂവിൽ T ഓഫ് റോ Z കിട്ടുന്നത്. ആൻഡ് Y0 ഓഫ് X എന്ന് പറയുന്നത് X 0 ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ട് T ഓഫ് 2, Z എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആകും. അതിനർത്ഥം എന്താ? R ഓഫ് 2 ഈസ് ഈക്വൽ ടു 0. അത് റോ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂവിൽ R ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 ആണ്. അല്ലെങ്കിൽ J0 ഓഫ് 2 ലാംഡ ഈസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ λ1ന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു α1/2 എന്നും α1/2 λ2 ഈസ് ഈക്വൽ ടു α2/2 എക്സെട്ര അപ് ടു λn ഈസ് ഈക്വൽ ടു αn/2 ആയിരിക്കണം. വേർ α1, α2 αn എന്ന് പറയുന്നത് എന്താ? സീറോസ് ഓഫ് ബെസൽ ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ Z ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് C3 ഈസ് ഈക്വൽ ടു 0. sin H0 എന്ന് പറയുന്നത് 0 ആയിരുന്നു. cos H0 ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് എഴുതാം R ഈസ് ഈക്വൽ ടു C1 J0 λn റോ ആൻഡ് Z ഈസ് ഈക്വൽ ടു C4. അതായത് ഇവിടുത്തതിൽ C2 ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുത്തു, ഇവിടെ C3 ഈസ് ഈക്വൽ ടു 0 ആയിട്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് C1 J0 λn റോ ആൻഡ് Z ഈസ് ഈക്വൽ ടു C4 sin H λn. അങ്ങനെ ആകുമ്പോൾ നമുക്ക് യുണീക് സൊല്യൂഷൻ എഴുതാം. UN ഈസ് ഈക്വൽ ടു AN sin H ഇൻറ്റു λn Z J0 λn റോ. ജനറൽ സൊല്യൂഷൻ ഫോം എങ്ങനെയാവും? U ഓഫ് R, Z ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity AN sin H λn Z J0 λn റോ. ഇതാണ് എന്താ ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത ഒരു സോളിഡ് സിലിണ്ട്രിക്കൽ കൂളിംഗ് ടവറിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ സൊല്യൂഷൻ ആണിത്. നമ്മൾ ഈ മേളിൽ കൊടുത്തത് യുണീക് സൊല്യൂഷൻ ആണ്, ഇത് പറയുന്നത് ജനറൽ സൊല്യൂഷൻ ആണ്. അതായത് എന്നിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടുള്ള. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ്. അപ്പൊ സിലിണ്ട്രിക്കൽ ചെയ്തതുപോലെ തന്നെയാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. കോർഡിനേറ്റ്സിൽ വ്യത്യാസമുണ്ട്. R, θ, φ ആണ്. ആൻഡ് ഡെൽ സ്ക്വയർ F is equal to 0 എന്ന് പറയുന്ന ലാപ്ലാസ് ഇക്വേഷനെ എങ്ങനെ എഴുതാം? 1/r². ഈ എഫിനകത്താണ് R, θ, φ വരുന്നത്. ഡെൽ സ്ക്വയർ F ഓഫ് R, θ, φ ഈക്വൽ ടു 0 എഴുതുമ്പോൾ 1/r² ഇൻറ്റു ഡോ/ഡോ r ഇൻറ്റു r² ഡോ/f/ഡോ r പ്ലസ് 1/r² sin θ ഇൻറ്റു ഡോ/ഡോ θ sin θ ഡോ/f/ഡോ θ പ്ലസ് 1/r² sin square θ ഇൻറ്റു ഡോ²f/ഡോ φ² ഇസ് ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന 3 ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. d² φ/d² പ്ലസ് m² φ is equal to 0. ഫസ്റ്റ് വൺ r² d² r/dr² പ്ലസ് 2r dr/dr മൈനസ് m² r is equal to 0. d² φ d² θ ഇത് ക്യാപിറ്റൽ തീറ്റയാണ്. d² θ/dθ² പ്ലസ് cos θ/sin θ ഇൻറ്റു dθ/dθ പ്ലസ് m² മൈനസ് m²/sin² θ ഇൻറ്റു θ is equal to 0. ഇവിടെ എടുത്തിരിക്കുന്ന സെപ്പറേഷൻ കോൺസ്റ്റൻസ് ആണ് m, n. ഫസ്റ്റ് ഇക്വേഷനിൽ പ്ലസ് m², രണ്ടാമത്തതിൽ മൈനസ് n², മൂന്നാമത്തതിൽ
പ്ലസ് പോസിറ്റീവ് തന്നെ n സ്ക്വയർ മൈനസ് m സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു സെപ്പറേഷൻ കോൺസ്റ്റന്റ് എങ്കിലും നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനിയും ഈ മൂന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫൈവ് ഓഫ് ഫൈവ് ഇസ് ഈക്വൽ ടു നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഫൈവ് ഓഫ് ഫൈവ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഡി സ്ക്വയർ ഫൈവ് ബൈ ഡി ഫൈവ് സ്ക്വയർ എം സ്ക്വയർ ഫൈവ് ഇസ് ഈക്വൽ ടു 0. ആ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഫൈവ് ഓഫ് ഫൈവ് ഇസ് ഈക്വൽ ടു എ എം ഇൻറ്റു ഇ റൈസ് ടു ഐ എം ഫൈവ് ഇറ്റ് ഇസ് ഈക്വൽ ടു ബി എം കോസ് ഫൈവ് പ്ലസ് സി എം സൈൻ ഫൈവ്. ഐ എം ഫൈവിനെ ആണ് ഇ റൈസ് ടു ഐ എം ഫൈവ് ആണ് ബി എം കോസ് ഫൈവ് പ്ലസ് ഐ സൈൻ ഫൈവ് എന്ന് പറയുന്നതാണല്ലോ ഇ റൈസ് ടു ഐ എം ഫൈവ് എന്ന് പറയുന്നത്. ആൻഡ് എ എമ്മിനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ആർ വൺ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡി വൺ ഓഫ് ആർ ഡാഷ് പ്ലസ് എഫ് എൽ ആർ റൈസ് ടു എൽ ആണ്. ആർ എൽ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡി എൽ ഓഫ് ആർ റൈസ് ടു എൽ ഡി എൽ ഇൻറ്റു ആർ റൈസ് ടു എൽ പ്ലസ് എഫ് വൺ ഇൻറ്റു ആർ റൈസ് ടു മൈനസ് ആർ മൈനസ് എൽ. അതായത് രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് ആർ സ്ക്വയർ ഇൻറ്റു രണ്ടാമത്തെ ഇക്വേഷൻ ഏത്? ആർ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ആർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ആർ മൈനസ് എൻ സ്ക്വയർ ആർ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രോബിനിയസ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫ്രോബിനിയസ് മെത്തേഡിലെ സൊല്യൂഷൻ നമ്മൾ എടുക്കാൻ വേണ്ടി എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ പ്ലസ് 1 എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നതാണ്. ആർ എൽ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡി എൽ ഓഫ് ആർ റൈസ് ടു എൽ പ്ലസ് എഫ് എൽ ഇൻറ്റു ആർ റൈസ് ടു മൈനസ് എൽ മൈനസ് 1. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റും. എഫ് ഓഫ് ആർ തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ടു എൽ ഡി എൽ. ഇവിടെ നമ്മൾ എന്നിന് പകരം എന്നിനാണ് എൽ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ എല്ലും എമ്മും മാത്രമേ കാണുള്ളൂ. അപ്പൊ സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ടു എൽ ഡി എൽ ആർ റൈസ് ടു എൽ പ്ലസ് എഫ് വൺ ആർ റൈസ് ടു മൈനസ് എൽ മൈനസ് 1 ഇൻറ്റു പി എൽ റൈസ് ടു എം ഓഫ് കോസ് തീറ്റ ഇൻറ്റു ബി എം കോസ് ഫൈവ് പ്ലസ് സി എം സൈൻ ഫൈവ്. ജനറൽ സൊല്യൂഷൻ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എൽ ഇസ് ഇക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സിഗ്മ എം ഇസ് ഇക്വൽ ടു 0 ടു എൽ ഡി എൽ ആർ റൈസ് ടു എൽ പ്ലസ് എഫ് എൽ ആർ റൈസ് ടു മൈനസ് എൽ മൈനസ് 1 ഇൻറ്റു പി എൽ റൈസ് ടു എം കോസ് തീറ്റ ഇ റൈസ് ടു, അതായത് ഇതിന് പകരം ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈവ് എഴുതും. ആൻഡ് പി എൽ റൈസ് ടു എം ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈക്ക് വൈ വൺ റൈസ് ടു എം എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതായത് വൈ വൺ റൈസ് ടു എം ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് പി എൽ റൈസ് ടു എം കോസ് തീറ്റ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എം ഫൈവ്. അപ്പൊ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എഫ് ഓഫ് ആർ തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 ടു എൽ ഡി എൽ ആർ റൈസ് ടു എൽ പ്ലസ് എഫ് എൽ ഇൻറ്റു ആർ റൈസ് ടു മൈനസ് എൽ മൈനസ് 1 ഇൻറ്റു വൈ എൽ റൈസ് ടു എം ഓഫ് തീറ്റ കോമ ഫൈ. ആൻഡ് ഇതിനകത്ത് വൈ എൽ റൈസ് ടു എം ഇൻറ്റു തീറ്റ കോമ ഫൈ എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഹാർമോണിക്സ് ആണ്. ഇതാണ് എന്തുവാ ഒരു സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തില് ലാപ്ലാസ് ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു സോളിഡ് സ്ഫിയർ കൺസിഡർ ചെയ്യുവാണ്. സ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സോളിഡ് സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. സർഫസ് ഓഫ് ദ അപ്പർ ഹാഫ് ഓഫ് ദ സ്ഫിയർ ഇസ് kept at a constant. ഇതിനെ രണ്ട് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അപ്പർ ഹാഫ് എന്ന് പറയുന്നത് T0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും ലോവർ ഹാഫ് എന്ന് പറയുന്നത് T is equal to T0, ലോവർ ഹാഫ് എന്ന് പറയുന്നത് T is equal to 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഡിറ്റർമൈൻ ദ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് സ്ഫെറിക്കൽ ജിയോമെട്രി ആയതുകൊണ്ട് തന്നെ ലാപ്ലാസ് ഇക്വേഷൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള ലാപ്ലാസ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽ സ്ക്വയർ ടി ഓഫ് ആർ തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു 0. 1/r സ്ക്വയർ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ 1/r സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് 1/r സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ ഡോ ടി ബൈ ഡോ തീറ്റ പ്ലസ് 1/r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ടി ബൈ
ഡോ ഫൈ സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് എടുത്താൽ മതി. ആൻഡ് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് പറയുന്നത് എന്താണ്? T0 എന്ന് പറയുന്ന ടെമ്പറേച്ചർ T ഓഫ് R ഇസ് ഇക്വൽ ടു R. സർഫസിലാണ്. അപ്പർ സർഫസിൽ എപ്പോഴാ? അപ്പർ സർഫസിൽ T ഇസ് ഈക്വൽ ടു T0. അപ്പോ അപ്പർ സർഫസ് എന്ന് പറയുമ്പോൾ 0 ടു 5/2 വരും തീറ്റയുടെ വാല്യൂ അല്ലെ? 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 5/2. ആൻഡ് കോസ് തീറ്റയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കായിരിക്കും വരുന്നത്. ആൻഡ് 0 ലോവറിൽ അപ്പൊ എങ്ങനെ വരും? 5/2 തൊട്ട് 5 വരെ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ കോസ് തീറ്റയുടെ വാല്യൂ -1 ടു 0 വരും. ടെമ്പറേച്ചർ അപ്പർ സർഫസിലെ ലോവർ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് ഫൈ ആണ്. അപ്പൊ ഫൈനെ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഫൈനെ അവോയ്ഡ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് അവോയ്ഡ് ചെയ്തൊന്ന് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഫൈയുടെ ടേംസ് ഇല്ലാത്ത വരും. അപ്പൊ എങ്ങനെ വരും? 1/r² ഡോ ബൈ ഡോ ആർ ഓഫ് r² ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് 1/r² സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ടി ബൈ ഡോ തീറ്റ. ഇത്രേ വരത്തുള്ളൂ. മൂന്നാമത്തെ ടേം, അതായത് ഫൈയുടെ ടേം എന്ന് പറയുന്നത് ഈക്വൽ ടു ഫൈയുടെ ടേം 0 ആയി. അതായത് ഫൈ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഫൈയുടെ ടേം അവോയ്ഡ് ചെയ്യാം. അപ്പൊ m ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരും. അതായത് m ഇസ് ഈക്വൽ ടു 0 എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ നേരത്തെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം m വരുന്നത് ഇൻ ടേംസ് ഓഫ് ഫൈ ആയിരുന്നു. d² ഫൈ ബൈ d² ഫൈ ബൈ d ഫൈ സ്ക്വയർ പ്ലസ് m² ഫൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനകത്താണ് നമുക്ക് m എന്ന് പറയുന്ന ടേം. ഇവിടെ m 0 ആയതുകൊണ്ട് തന്നെ PL റേസ് ടു m കോസ് തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ വരും? PL ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ദ സ്ഫിയർ ആണ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് FL ഓഫ് ദ ടേം കോഎഫിഷ്യന്റ് FL ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് RL ഓഫ് R ഇസ് ഈക്വൽ ടു DL ഇൻറ്റു R റേസ് ടു L പ്ലസ് FL ഇൻറ്റു R റേസ് ടു -L ഇൻറ്റു -1 നമുക്ക് 0 ആക്കി എഴുതാം. അല്ലെങ്കിൽ എന്താ? ഇൻഫൈനൈറ്റ് ആയി പോകും. ഇപ്പൊ നമുക്ക് R റേസ് ടു L എന്ന് പറയുന്ന ടേം മാത്രമുള്ള സൊല്യൂഷൻ ആണ് എഴുതുന്നത്. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ m 0 ആയി പോകും. എമ്മിന്റെ ടേം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ സൊല്യൂഷൻ T ഓഫ് R തീറ്റ ഇസ് ഈക്വൽ ടു, കാരണം ഫൈ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട്, ഇസ് ഈക്വൽ ടു സിഗ്മ L ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി CL R റേസ് ടു L PL കോസ് തീറ്റ. നമ്മുടെ മറ്റേ ജനറൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? മൂന്നും കൂടെ ഉള്ള ജനറൽ ഇക്വേഷനകത്ത് ഇവിടെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ടേം വരുന്നത് സിഗ്മ m ഇസ് ഈക്വൽ ടു 0 ടു L എന്ന് പറയുന്ന ഒരു സമ്മേഷൻ വരും. പിന്നെ വരുന്നത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന CL എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അവിടെ എന്തായിരുന്നു? ഡിയും എഫും ആയിരുന്നു. അതിനാണ് നമ്മളിപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അതായത് RL ഓഫ് R ഇസ് ഈക്വൽ ടു DL ഓഫ് R DL ഇൻറ്റു R റേസ് ടു L പ്ലസ് FL ഇൻറ്റു R റേസ് ടു -L -R ആണ് RL ഓഫ് R എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, എന്താക്കി മാറ്റി? CL ഓഫ് R റേസ് ടു L PL കോസ് തീറ്റ എന്നാക്കി. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് CL കണ്ടുപിടിക്കാൻ വേണ്ടി ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതിന് x ഇസ് ഈക്വൽ ടു കോസ് x എന്ന് കൊടുത്തു. x എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് അല്ല, ജസ്റ്റ് കോസ് എക്സിന് വേണ്ടി പകരം, അതായത് കോസ് എക്സിന് പകരം നമ്മൾ x എന്ന് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ടെമ്പറേച്ചർ അറ്റ് R ഇസ് ഈക്വൽ ടു R എന്താണ്? T0 അപ്പർ ഇതിലല്ലേ? അപ്പൊ T0 ഇൻറ്റു U ഓഫ് എക്സ്. അങ്ങനെ ആകുമ്പോൾ U ഓഫ് എക്സ് എങ്ങനെ എഴുതാം? 0 -1 തൊട്ട് 0 വരെ, 1 0 തൊട്ട് 1 വരെ. അത് എന്തിന്റെ ടേംസിലാ? കോസിന്റെ ടേംസിലാണ് ഈ ഒരു വാല്യൂ വരുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് യു ഓഫ് എക്സിനെ നമുക്ക് ലഗ്രാഞ്ചെ പോളിനോമിയൽ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ L ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി AL PL ഓഫ് എക്സ് പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 half into P0 of x plus 3/4 into P1 of x minus 7/60 P3 of x plus 11/32 P5 of x plus etc. ഇതെന്താണ്? ശരിക്കും ലെഗൻഡ്രെ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, കോഎഫിഷ്യന്റ് CL is equal to T0 by RL into AL ആൻഡ് യൂണിക് സൊല്യൂഷൻ എന്തായിട്ട് മാറും? 1/2 P0 cos തീറ്റ. അതായത് P1 of x എന്ന് പറയുന്നത്
എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എഴുതി കോസ് എക്സ് എന്ന് എഴുതി അല്ലെ, ലൈക് കോസ് തീറ്റ. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറഞ്ഞല്ലേ നമ്മൾ കൊടുത്തേ, കോസ് തീറ്റയാണ്. കോസ് തീറ്റയ്ക്ക് എക്സ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്, അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സിന് പകരം കോസ് തീറ്റ കൊടുത്തു. 1/2 P0 കോസ് തീറ്റ പ്ലസ് 3/4 R/R P1 കോസ് തീറ്റ മൈനസ് 7/60 R/R the whole cube P3 cos theta plus 11/32 R raised to 5 into P5 cos theta plus etc. അത് എത്ര ടേം ഉണ്ടോ അത് വെച്ച് നമുക്ക് എഴുതാം യൂണിക് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ പഠിച്ചു. അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സെറ്റ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ എടുക്കുന്നത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും ഫങ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എഴുതും. ദെൻ നമ്മൾ സെപ്പറേഷൻ കോൺസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പിന്നെ നമുക്കറിയാം. ദെൻ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കിയത് ലാപ്ലാസ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ ജനറൽ സൊല്യൂഷൻ നോക്കി. ദെൻ മൂന്നിന്റെയും ഓരോ എക്സാമ്പിൾസ് നോക്കി. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെപ്പറേറ്റ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻടു ടു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ഇൻടു ഡോ സൈ ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു എക്സ് കോമ ടി ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം രണ്ട് വേരിയബിൾസ് എവിടെ ഉള്ളത് അല്ലെ, സൈയും സൈ ആണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ നമുക്ക് എന്താണ് എക്സും ടിയും ഇൻ ടേംസ് ഓഫ് എക്സും ടിയും. അപ്പൊ നമ്മൾ ഈ സൈനെ എങ്ങനെ എഴുതും? സൈ ഓഫ് എക്സ് കോമ ടീനെ ഇൻ ടേംസ് ഓഫ് എക്സ് ഓഫ് എസ് ഇൻറ്റു ടി ഓഫ് ടി, അത് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതും. ദെൻ ഇതിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആൽഫ ഇൻറ്റു ടേംസ് ഓഫ് ടി ചെയ്യുമ്പോൾ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. അതിനാണ് നമ്മൾ ഫസ്റ്റിൽ ചെയ്തതുപോലെ പ്രൈംസും ഡോട്ട്സും ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ദെൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി പ്ലസ് ആൽഫ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ടി ഡബിൾ ഡോട്ട് ഓഫ് ടി. ഇതിനെ നമ്മൾ ഡിവൈഡിങ് ബൈ എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ചെയ്യുമ്പോൾ മേളിൽ നിന്ന് ടി ഓഫ് ടി ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് എക്സ് പ്ലസ് ആൽഫ, ഇവിടെ വരുമ്പോൾ എക്സ് ഓഫ് എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോയാൽ ടി ഓഫ് ടി ബൈ ഒരു ഡോട്ടേ ഉള്ളൂ, കാരണം ഒരു പ്രാവശ്യമല്ലേ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യും, ബൈ ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 അല്ല മൈനസ് കെ സ്ക്വയർ. അത് സെപ്പറേഷൻ കോൺസ്റ്റന്റ് എടുക്കണം. then ഇതിനെ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ എക്സ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് എക്സിന്റെ ടേമിൽ മാത്രമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ ടി ഓഫ് ടി മൈനസ് ലാംഡ സ്ക്വയർ ടി ഓഫ് ടി ഇസ് ഈക്വൽ ടു 0. ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ആൽഫ. രണ്ട് സെപ്പറേഷൻ കോൺസ്റ്റന്റ് എടുത്തു, കെയും ലാംഡയും. അതിനകത്ത് ലാംഡയാണ് നെഗറ്റീവ് ആയിട്ട് എടുത്തത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, രണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സാധാരണ പണ്ട് പഠിച്ചത് വെച്ച് നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നത്. ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.